യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന ഒരു ഭരണാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ഒരു വലിയ കുറ്റം ചെയ്തു. രാജ്യദ്രോഹ കുറ്റം അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ടു. ഒലിവർ ക്രോംവെൽ ഇങ്ങനെ ഉത്തരവിട്ടു: ഇന്ന് വൈകുന്നേരം സെയിന്റ് മേരീസ് പള്ളിയിലെ മണി അടിക്കുമ്പോൾ, സന്ധ്യാമണി അടിക്കുമ്പോൾ, ഈ പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുവാൻ ഞാൻ ഉത്തരവിടുന്നു. സാധാരണയായി സെയിന്റ് മേരീസ് ചർച്ചിലെ മണി അടിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അന്ന് 6 മണിക്ക് മൈതാനത്ത് ഈ പാവപ്പെട്ട മനുഷ്യനെ, ഈ പട്ടാളക്കാരനെ കൈകൾ കെട്ടി കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി കൊണ്ടുവന്ന് നിർത്തി. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കാഴ്ച കാണാനായിട്ട് വന്നു. ഒലിവർ ക്രോംവെൽ ഒരു വലിയ കുതിരവണ്ടിയിൽ ഈ മരണം കാണാനായിട്ട് വന്നിരിക്കുന്നു. പട്ടാളക്കാർ അണിനിരന്നു. തോക്കുമായിട്ട് പട്ടാളക്കാർ നിൽക്കുകയാണ്. പക്ഷേ 6 മണിയായി സെന്റ് മേരീസ് ചർച്ചിലെ മണി അടിച്ചില്ല. 6:15 അവിടുത്തെ മണി അടിച്ചില്ല. 6:30 എന്ന് മണി അടിച്ചില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒലിവർ ക്രോംവെൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഉത്തരവ് ഇങ്ങനെയാണ്: വൈകുന്നേരം സെയിന്റ് മേരീസ് ചർച്ചിലെ മണി അടിക്കുമ്പോൾ ഇവനെ വെടിവെച്ച് കൊല്ലണം. 6:45 മണി അടിച്ചില്ല, വെടിവെക്കാൻ പറ്റുന്നില്ല. 7 മണിയായിട്ടും മണി അടിച്ചില്ല. പെട്ടെന്ന് ഒരു പെൺകുട്ടി രക്തത്തിന് ഒലിവർ ക്രോംവെലിന്റെ കാലുകളിലേക്ക് വീണു. അദ്ദേഹം ചോദിച്ചു: മോളെ, നീ ആരാണ്? 20 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ മുഖവും ശരീരവും മുഴുവൻ രക്തമൊഴുകുകയാണ്. അദ്ദേഹം ചോദിച്ചു: നീ ആരാണ്? അവൾ പറഞ്ഞു: സർ, ഈ നിൽക്കുന്ന പട്ടാളക്കാരനെ ഞാൻ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇന്ന് സെയിന്റ് മേരീസ് പള്ളിയിലെ മണി മുഴങ്ങുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലണമെന്ന് അങ്ങ് ഉത്തരവിട്ടില്ലേ? എനിക്ക് അദ്ദേഹത്തെ ജീവനാണ്, അദ്ദേഹത്തിന് എന്നെയും. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവും കാണാതിരുന്നത് കൊണ്ട് ഇന്ന് പകൽ 12 മണിയായപ്പോൾ തന്നെ ഞാൻ സെയിന്റ് മേരീസ് പള്ളിയുടെ മണി കെട്ടിയിരിക്കുന്ന കോട്ടയുടെ മുകളിൽ വലിഞ്ഞു കയറി. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞാൻ അതിന്റെ മുകളിലെത്തി. മണിയടിക്കുന്ന കപ്പ്യാർക്ക് 2 ചെവിയും കേൾക്കാൻ വയ്യ. അദ്ദേഹം വർഷങ്ങളായി ജോലി ചെയ്യുകയാണ്. 6 മണിയാകുമ്പോൾ അദ്ദേഹം വന്ന് മണിയടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തിട്ട് അദ്ദേഹം കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പള്ളിമണിയുടെ നാവും അതിന്റെ ബോഡിയും തമ്മിലുള്ള ഗ്യാപ്പിൽ അവൾ കയറി നിൽക്കുകയാണ്. കപ്പ്യാർ താഴെ നിന്ന് ഇതിന്റെ മണി അടിക്കുകയാണ്. ഈ ഓരോ വലിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ നാവും ഇവളുടെ മുഖത്തേക്ക് വന്ന് അടിക്കുകയാണ്. ഇവളുടെ മുഖം ചിതറി രക്തമൊഴുകി. ആ 10-15 മിനിറ്റ് നേരം മണി അടിച്ചത് മുഴുവൻ അവൾ ഏറ്റുവാങ്ങി. അതിനുശേഷം കപ്പ്യാർ വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, അവൾ താഴെ ഇറങ്ങി 7 മണിയായപ്പോൾ ഒലിവർ ക്രോംവെലിന്റെ കാലുകളിൽ വീണ് കിടക്കുകയാണ്. ഒലിവർ ക്രോംവെൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ ശിരസിൽ പതുക്കെ തലോടി: മകളെ, നിന്റെ സ്നേഹം ഞാൻ കാണുന്നു, നിന്റെ ഹൃദയം ഞാൻ കാണുന്നു, നിന്റെ മണവാളന് വേണ്ടി നീ അനുഭവിച്ച വേദന ഞാൻ അറിയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹം ഞാൻ കാണുന്നു. നിന്റെ വേദനയുടെ യോഗ്യതയാൽ നീ കല്യാണം കഴിക്കാൻ പോകുന്ന, നിന്റെ മണവാളനാകാൻ പോകുന്ന ചെറുപ്പക്കാരനെ വെറുതെ വിടാൻ ഞാൻ കൽപ്പിക്കുന്നു. ആ പട്ടാളക്കാരന്റെ കെട്ടുകൾ അഴിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവൻ ആദ്യം ഓടി വന്ന് ഒലിവർ ക്രോംവെലിന്റെ കാലുകളിൽ വീണു. അദ്ദേഹം പറഞ്ഞു: മകനെ, നീ പൊയ്ക്കൊള്ളുക, നാളെ തൊട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു കൊള്ളുക, മേലിൽ തെറ്റാവർത്തിക്കരുത്. അതിനുശേഷം ആ പട്ടാളക്കാരൻ തന്റെ പ്രിയതമയുടെ മുഖത്തേക്ക് നോക്കി. അവന് സഹിക്കാൻ സാധിച്ചില്ല. സുന്ദരിയായിരുന്ന പെൺകുട്ടിയുടെ മുഖം രക്തത്താൽ കുളിച്ച് രക്തമൊഴുകുകയാണ്. അവൻ വാവിട്ട് നിലവിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും വാവിട്ട് നിലവിളിച്ചു. അവൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു: നമ്മുടെ വിവാഹത്തിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാതെ നിന്നെ എൻ്റെ പൊന്നുപോലെ സ്നേഹിച്ച് കൊണ്ടു നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ കാരണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു: നാം ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. ശരീരത്തിലേറ്റ മുറിവുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മുറിവേറ്റവനായ യേശു ക്രിസ്തു.
ആ കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റതിന് ശേഷം ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, സൈമൺ സൈമൺ ബട്ട് ജോന, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ ശുശ്രൂഷ രണ്ടാമതാണ്. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ മുടക്കുന്ന പണവും നമ്മുടെ ആരോഗ്യവും ഒക്കെ കർത്താവിന് രണ്ടാമതാണ്. കർത്താവിന് വേലക്കാരെയല്ല ആവശ്യം. കർത്താവ് ആദ്യം ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസേ, നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, നിന്റെ പ്രവൃത്തി എനിക്ക് രണ്ടാമത് മതി. സ്നേഹമില്ലാത്ത വ്യക്തികളുടെ പ്രവൃത്തി എനിക്ക് ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാത്ത വ്യക്തികൾ എനിക്ക് വേണ്ടി ഓടുന്നത് എനിക്ക് വേണ്ട. അതാണ് കർത്താവ് പറയുന്നത്. എന്നോട് സ്നേഹമുള്ള വ്യക്തികൾ എന്റെ രാജ്യം പണിതാൽ മതി. നിനക്കെന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്, എന്റെ ആടുകളെ മേയിക്കുക. നിനക്കെന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. നിനക്കെന്നോട് സ്നേഹമുണ്ടോ? എന്റെ സഭയെ നയിക്കുക. പത്രോസിൽ നിന്നും കർത്താവ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഡു യു ലവ് മീ? നിനക്കെന്നോട് സ്നേഹമുണ്ടോ? ഈശോ മാർത്തായുടെ മറിയത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടി മാർത്ത അടുക്കളയിൽ പോയി. അവൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി ആ സ്നേഹം മുഴുവൻ കൊടുത്തുകൊണ്ട് ഒരാളിരുന്നു, മറിയം. കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഓടിയ മാർത്തയല്ല, ഈശോയുടെ പാദത്തിങ്കിൽ ഇരുന്ന മറിയം കർത്താവിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. കർത്താവ് അവളുടെ സ്നേഹം കണ്ടു. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ മാർത്തായും മറിയവും വേണം. പക്ഷേ പോയിന്റ് ഇതാണ്, ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞാൻ പോകുമ്പോൾ കർത്താവിനോട് വലിയ സ്നേഹമില്ലാത്തവർ കർത്താവിന്റെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവ തിരുമുമ്പിൽ യാതൊരു വിലയുമില്ലാത്ത അസംബന്ധമാണത്. കർത്താവിന് വേദനിക്കുന്നോ എന്ന് ചിന്തയില്ലാതെ കർത്താവിന് വേണ്ടി ഓടുന്നവർ, അവരുടെ ഉദ്ദേശം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വമല്ല. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനോട് ഒരു സ്നേഹവുമില്ല. കർത്താവിനോട് സ്നേഹമില്ലാതെ കർത്താവിന് വേണ്ടി ഓടാൻ നമ്മൾ വിളിക്കപ്പെട്ടിട്ടില്ല. കർത്താവിന് വേണ്ടിയുള്ള ഒന്നും അവിടത്തേക്ക് സ്വീകാര്യമല്ല. ആദ്യം അതൊരു മുട്ടുസൂചി എടുക്കുന്നതാണെങ്കിൽ പോലും കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ കർത്താവ് കൈയടിക്കും. അതല്ല, നമ്മൾ ഒരു ലോറി ഇഷ്ടിക നമ്മൾ കൈകൊണ്ട് വലിക്കുകയാണെങ്കിൽ പോലും ഈശോയോട് സ്നേഹമില്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശാലോം ഫെസ്റ്റിവൽ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ ഈശോയ്ക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തോ, പ്രസംഗിച്ചോ? കർത്താവ് എന്നോട് ചോദിക്കുന്നത്, നീ ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ചോ? നോ നോ നോ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ എനിക്ക് പലതിനും വേണ്ടി ചെയ്യാം. പ്രശസ്തിക്ക് വേണ്ടി ചെയ്യാം, ആളുകളുടെ മുമ്പിൽ ഉയർത്തപ്പെടാൻ വേണ്ടി ചെയ്യാം, കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യാം, ഉയർത്തപ്പെടാനും നേട്ടമുണ്ടാക്കാനും വേണ്ടി ചെയ്യാം. അതൊക്കെ കർത്താവിന് അറിയാം. നമുക്ക് പലതിനും വേണ്ടി കർത്താവിന്റെ ജോലി ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ വഞ്ചിക്കാനും പറ്റിക്കാനും നമ്മൾ പറ്റുകയില്ല. നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ജോൺ, നീ ഇവിടെ വന്ന് ഈ ശബ്ദമിട്ട് പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടി? നിനക്ക് കയ്യടി കിട്ടാനോ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയോ? ജോൺ, ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവരെക്കാളും അവരോട് വചനം പ്രസംഗിക്കുന്ന നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് ചോദ്യം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ 2 അടുപ്പുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ അടുപ്പും 4ാമത്തെ അടുപ്പും കത്തുന്നില്ല. ഒരു വലിയ സ്റ്റൗ. ഇതിലേതിലായിരിക്കും ഈച്ച വന്നിരിക്കുന്നത്? കത്താത്ത അടുപ്പിലായിരിക്കും ഈച്ച വന്നിരിക്കുന്നത്. കത്തുന്ന അടുപ്പിൽ ഈച്ച വന്നാൽ ഈച്ച വിവരം അറിയും. ബെൽസെബൂൽ എന്ന വാക്കിന്റെ അർത്ഥം ലോർഡ് ഓഫ് ഫ്ലൈസ് എന്നാണ്. ഈച്ചകളുടെ കർത്താവ് എന്നാണ് ബെൽസെബൂൽ എന്ന വാക്കിന്റെ അർത്ഥം. ബെൽസെബൂൽ എന്ന് പറഞ്ഞാൽ പിശാച്. പിശാച് ഇവിടെ ഇരിക്കുന്ന ആരുടെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ പറയാം. കത്താത്ത, ഈശോയോടുള്ള സ്നേഹത്താൽ എരിയാത്ത, തീ പിടിക്കാത്ത ഹൃദയങ്ങളിൽ പിശാച് കടന്നു വരും. എന്നാൽ പിശാച് അടുത്തു വരുമ്പോൾ ഒരു വ്യക്തി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പ്രലോഭനം നൽകാൻ പറ്റുമെന്നല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ അഴുക്ക് നിറഞ്ഞ പാപം നിറഞ്ഞ കരങ്ങൾ കൊണ്ട് തൊടുവാൻ സാധ്യമല്ല. ഇതറിയാവുന്ന കർത്താവ് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇപ്പോൾ പിടിച്ചുകൊടുത്ത 153 മത്സ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, അനുഗ്രഹമാണോ വലുത്, അനുഗ്രഹദാതാവാണോ വലുത്? ഞാൻ അത്ഭുതത്തിലൂടെ പിടിച്ചു തന്ന 153 മത്സ്യമാണോ വലുത്, നിനക്ക് മത്സ്യം ഉണ്ടാക്കി തന്ന ഞാനാണോ വലുത്? നിങ്ങളെ നോക്കി ദൈവം ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് തന്ന ഡോളറാണോ വലുത്, ഞാനാണോ വലുത്? 153 മത്സ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് കർത്താവ് ചോദിക്കുകയാണ്,
ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഈ മത്സ്യങ്ങളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? മത്സ്യമാണോ വലുത്? പൗണ്ടാണോ വലുത്? ഡോളറാണോ വലുത്? ജോലിയാണോ വലുത്? ഞാനാണോ വലുത്? പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങാണ് എനിക്ക് വലുത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 32-33 വായിക്കുമ്പോൾ മനോഹരമായ ഒരു കാര്യം കാണാം. നിങ്ങൾക്കറിയാം, 80 വയസ്സായിരിക്കുമ്പോഴാണ് ദൈവം മോശയെ വിളിക്കുന്നത്. മോശ 40 വർഷം ദൈവത്തോടു കൂടെ മരുഭൂമിയിൽ നടന്നു. മോശയ്ക്ക് 120 വയസ്സായി. 120 വയസ്സായി, താടിയൊക്കെ നീണ്ട്, മുടിയൊക്കെ നീണ്ട്, നല്ല പ്രായമായി. ഈ സമയത്ത് കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മോശേ, മോശേ, നിന്റെ കണ്ണുകളെ ഉയർത്തി നോക്കുക, കാനാൻ ദേശം നീ കാണുക. പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം, നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം നീ കാണുക. മോശ കണ്ണുയർത്തി നോക്കി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അത് പോയി സ്വന്തമാക്കിക്കൊള്ളുക. അത് സ്വന്തമാക്കാൻ ഞാൻ ഒരു മാലാഖയെ കൂടെ വിടാം. ജബൂസ്യർ, ഫിലിസ്ത്യർ, ഹിത്യർ, കനാന്യർ തുടങ്ങി സകലരെയും മാലാഖ പരാജയപ്പെടുത്തും. മോശയ്ക്ക് സന്തോഷമായി. അവസാനം കർത്താവ് ഒരു വരി കൂടെ കൂട്ടിച്ചേർത്തു, ഞാൻ നിന്നോട് കൂടെ വരുന്നില്ല. ഞാനാണ് മോശയുടെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, കർത്താവേ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കരിസ്മാറ്റിക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. എന്നിട്ട് അമേരിക്കയില്, ന്യൂയോർക്കിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് ഞാൻ പറയും, മക്കളെ, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കേട്ടോ. തരാമെന്ന് പറഞ്ഞത് തരും. പക്ഷേ മോശ അങ്ങനെ അല്ലായിരുന്നു. മോശ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, അങ്ങ് എന്താ പറഞ്ഞത്? എനിക്ക് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം തരാം, അങ്ങ് വരത്തില്ല എന്നോ? ഈ മോശ കഴിഞ്ഞ 40 വർഷമായി മരുഭൂമിയിലൂടെ ആയിരുന്നു. പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നി തൂണായി അങ്ങ് എന്റെ കൂടെ നടന്നു. അങ്ങ് ഉള്ള മരുഭൂമിയാണ് അങ്ങ് ഇല്ലാത്ത കാനാൻ ദേശത്തേക്കാൾ മോശയ്ക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരടി മുന്നോട്ട് പോവുകയില്ല. എനിക്ക് അങ്ങുള്ള മരുഭൂമി മതി കർത്താവേ, അങ്ങില്ലാത്ത കാനാൻ ദേശം എനിക്ക് വേണ്ട. കർത്താവ് സന്തോഷിച്ചു. കർത്താവ് കൈയടിച്ചു. അനുഗ്രഹത്തെക്കാൾ വലുത് അനുഗ്രഹദാതാവാണ്. ഹീലിംഗിനേക്കാൾ വലുത് ഹീലറാണ്. ബ്ലെസ്സിങ്ങിനേക്കാൾ വലുത് ബ്ലെസ്സറാണ്. അനുഗ്രഹത്തെക്കാൾ വലുത് അനുഗ്രഹിക്കുന്ന കർത്താവാണ് എന്ന് മോശ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് 33:18, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സന്തോഷമായി. ദൈവം പറഞ്ഞു, മാലാഖ മാത്രമല്ല, I am going to come with you. God Almighty is going to come with you. നിന്നോടുകൂടെ ദൈവം കടന്നു വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ചോദ്യം. കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട മാത്രമേ മാറൂ. ഒരു ടെക്നിക്കുമില്ല. സാന്റോ ബ്രദർ ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ബ്രദർ എപ്പോഴും എന്നോട് പറയും, ഡോക്ടറെ, നമ്മുടെ ഒരു ടെക്നിക്കും ആളുകളെ മാനസാന്തരപ്പെടുത്താൻ പര്യാപ്തമല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് പറ്റൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ടച്ച്, ഒരു നിമിഷം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാൻ പറ്റുകയില്ല. പൗലോസ്ലീഹ വലിയ ആളായി, എന്നിട്ടും അദ്ദേഹം എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, കുതിരപ്പുറത്ത് ഞാൻ ഡെമാസ്കസ് റോഡിലൂടെ പാഞ്ഞു പോകുമ്പോൾ മധ്യാന്യ സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന ഒരു മിന്നലൊളി എന്റെ മേൽ പതിച്ചു. ആ ദൈവാനുഭവം അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല. ഈശോ തന്റെ സ്നേഹം നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എറണാകുളത്ത്, കേരളത്തിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. ഒരു സ്കൂട്ടറിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോവുകയാണ്. അവര് നല്ല തമാശയൊക്കെ പറഞ്ഞ് പോവുകയാണ്. സന്ധ്യാസമയമാണ്. മുൻപിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ വീട് പണിയാനുള്ള കമ്പികൾ വെച്ചുകൊണ്ട് ഓട്ടോറിക്ഷ പോവുകയാണ്. ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. നിങ്ങൾക്കറിയാം, ഇവിടത്തെ പോലെ ചുവപ്പ് കൊടിയും റെഡ് ലൈറ്റും ഒന്നും വെച്ചിട്ടൊന്നും അല്ല അവിടെ ഓട്ടോറിക്ഷ കമ്പിയും വെച്ച് പോയത്. കമ്പി നീണ്ടു നിന്നു, അത്ര തന്നെ. ഓട്ടോറിക്ഷ ബ്രേക്ക് ഇട്ടു. ഈ സ്കൂട്ടർ ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ വന്നിടിച്ചു. കൂർത്തു നിന്ന കമ്പി ഓടിച്ചിരുന്ന ഭർത്താവിന്റെ നെഞ്ച് തുളച്ചു കയറി. ഭാര്യയും ഭർത്താവും ഉരുണ്ടുപിടച്ച് നാഷണൽ ഹൈവേയിലേക്ക് വീണു. ഭാര്യയും താഴേക്ക് വീണു. ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ കമ്പി കുത്തിയിരിക്കുകയാണ്. രക്തം പടപട ഒഴുകുന്നു. ഈ സമയത്ത് ഭാര്യ വീണു, ചെറുതായിട്ട് കാലൊന്ന് ഉളുക്കി. ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറ്റിയോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? ആ കണ്ണുകൾ അടഞ്ഞു. ആ ഭാര്യ പിന്നീട് പത്രക്കാരോട് പറഞ്ഞു, എനിക്ക് എന്റെ ചേട്ടന്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല. നെഞ്ചിൽ കമ്പി കുത്തിക്കയറിയിരുന്ന് രക്തം ഒഴുകുമ്പോഴും അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തെ പറ്റി അല്ല ചിന്തിച്ചത്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിനക്കെന്തെങ്കിലും പറ്റിയോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? കുരിശിൽ കിടന്ന് 3 ആണികളിൽ തൂങ്ങുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, മോളെ,
നിനക്കെന്തെങ്കിലും പറ്റിയോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? യോഹന്നാൻ, നിനക്കാരുമില്ല എന്നോർത്ത് നീ വിഷമിക്കണ്ട. ഇതാ നിന്റെ അമ്മ. ഞാൻ തന്ന സ്നേഹം മുഴുവൻ നിനക്ക് തരാൻ പറ്റുന്ന ഒരാളെ ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയെന്ന് വിഷമിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമുക്കെല്ലാം തന്ന അവിടത്തേക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. നീറോ ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് ഒരു വീട്ടമ്മ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പിൽ കിടക്കുന്ന കനൽക്കട്ടകൾ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. രണ്ട് കൈകളിലും അവർ മാറി മാറി കനൽക്കട്ട പിടിക്കുകയാണ്. അടുത്ത വീട്ടിലെ ചേട്ടത്തിമാര് വന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി? അടുപ്പിൽ കിടക്കുന്ന തീക്കട്ട നീ എന്തുകൊണ്ടാണ് കയ്യിലെടുക്കുന്നത്? അവൾ പറഞ്ഞു, നീറോ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളെ തീയുടെ മുകളിൽ കൂടി ചെരുപ്പിടാതെ നടക്കാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എങ്ങാനും എന്നെ അറസ്റ്റ് ചെയ്താൽ, അന്ന് നടക്കേണ്ടി വന്നാൽ എന്റെ ഈശോയെ തള്ളിപ്പറയാതിരിക്കാനുള്ള പ്രാക്ടീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദിമസഭയും നമ്മളുമായിട്ട് ഇന്ന് സത്യത്തിൽ പുറമേ നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, പ്രസംഗമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ധ്യാനങ്ങളുണ്ട്, ഹല്ലേലൂയയുണ്ട്. പക്ഷേ അലറിക്കൊണ്ടുവരുന്ന സിംഹങ്ങളുടെ മുൻപിലേക്ക് ഹല്ലേലൂയ 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 ഡോക്സോളജി പാടി കടന്നുപോയ ആദിമസഭയിലെ നമ്മുടെ പൂർവികരെ നമുക്ക് എവിടെ കാണാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിച്ചിരുന്ന അവരെവിടെ? നമുക്കിന്ന് ദുഃഖവെള്ളിയാഴ്ചയാകുമ്പോൾ മാത്രമാണ് കർത്താവിനോടൊരു സ്നേഹം. പാവയ്ക്കാൻ നീര് കുടിക്കാനും മുഖം കഴുകാതിരിക്കാനും ഒക്കെ നമുക്ക് അന്ന് സാധിക്കുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അന്ന് മാത്രം നമ്മൾ ആക്ട് ചെയ്യുകയാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു അഭിനയം. പ്രിയപ്പെട്ടവരെ, ഒരു കല്യാണം ജീവിതത്തിൽ, വിവാഹത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹ വാർഷികത്തിന്റെ അന്ന് മാത്രം അഭിനയിക്കുന്നു എന്ന് വിചാരിക്കുക. ഡാർലിംഗ്, ഹണി, ഐ ലവ് യു. നിങ്ങൾ ഈ 364 ദിവസം എവിടെയായിരുന്നു? ഈ 364 ദിവസവും ഭാര്യയെ വേദനിപ്പിച്ച ഭർത്താവ് കല്യാണത്തിന്റെ അന്ന് രാവിലെ ഒരു ബൊക്കയും കൊണ്ട് വരികയാണ്. ഹണി, സോറി ഫോർ യു, ടേക്ക് ഇറ്റ് ഫ്രം മീ, ഡാർലിംഗ്, ഹണി. അവർ ചോദിക്കും, മനുഷ്യ, ഈ 364 ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എന്നോട്? കല്യാണ വർഷത്തിൻ്റെ മാത്രം എന്തിനാ നിങ്ങളുടെ ആക്ടിങ്? ഇതുപോലെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ മാത്രം നമ്മൾ കാണിക്കുന്ന അഭിനയം കർത്താവിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഞായറാഴ്ചയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. ഈശോ കുരിശിൽ മരിച്ചതും ഒരു വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച പ്രഭാതത്തിൽ സരോജിനി നായിഡു എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡർ മഹാത്മാഗാന്ധിയുടെ ശവക്കല്ലറയിലേക്ക് കടന്നു ചെന്നു. സമയം വെളുപ്പിന് 5 മണി. സൂര്യൻ ഉദിച്ചിട്ടില്ല. മഗ്ദല മറിയം പോയതുപോലെ കടന്നു ചെന്നു. എന്നിട്ട് ആ സിമന്റ് ഇട്ട ആ വാർത്ത തറയിൽ തലയിട്ടടിച്ചിട്ട് പറഞ്ഞു, ബാപ്പുജി, ബാപ്പുജി, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എഴുന്നേറ്റ് വന്നത് ഒരു ഞായറാഴ്ചയാണ്. ബാപ്പുജി എഴുന്നേറ്റ് വരിക, ബാപ്പുജി എഴുന്നേറ്റ് വരിക. ബാപ്പുജി യേശുവിനെ പോലെയാണെന്ന് എല്ലാവരും പറയുന്നത്. ബാപ്പുജിയും ക്ഷമയായിരുന്നു. ബാപ്പുജി കല്ലറ തകർക്കുക, ബാപ്പുജി മരണത്തെ ജയിക്കുക, ബാപ്പുജി എഴുന്നേറ്റ് വരിക. 6 മണിക്ക് സൂര്യൻ ഉദിച്ച് പ്രകാശം അടിച്ചു. 6-6:30 മണി വരെ സരോജിനി നായിഡു കരഞ്ഞു. ബാപ്പുജി വന്നില്ല. സരോജിനി നായിഡു മടങ്ങിപ്പോയി. ലോകത്തിലെ എല്ലാ കല്ലറകളിലും എഴുതി വെച്ചിരിക്കുന്നു RIP, റെസ്റ്റിംഗ് ഇൻ പീസ്. ലോകത്തിൽ ഒരൊറ്റ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നു, he has risen, he is not here. അവൻ ഇവിടെയില്ല, അവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു, അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ഉള്ളിൽ കുർബാനയായി ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയി ദൈവത്തെ ആരാധിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നീൽ ആംസ്ട്രോങ് വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലുമോ നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു, നിന്റെ അഭിഷേകം ഞാൻ അറിയുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അറിയുന്നു. നിന്റെ ആത്മാവ് ഇവിടെയുമുണ്ടോ? ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു നിന്റെ ആത്മാവ്. നീൽ ആംസ്ട്രോങ് താഴെ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ ചന്ദ്രനിൽ പോയപ്പോൾ അവിടെയുമുണ്ട് ദൈവം, അവിടുന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോനെ, നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കമ്പി കുത്തി നെഞ്ചിൽ കയറിയപ്പോഴും ഭർത്താവ് ഭാര്യയെ പറ്റിയാണ് ചിന്തിച്ചത്, ഒരു ഭർത്താവിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഈശോയുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധത്തെ മണവാളൻ മണവാട്ടി ബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അൽഫോൻസാമ വിശുദ്ധയായത്? എനിക്ക് ഉറപ്പാണ്, അൽഫോൻസാമ ജീവിച്ചിരുന്ന കാലത്തും പിന്നീടും അൽഫോൻസാമയേക്കാൾ സഹിച്ചവരുണ്ട്. ഭർത്താവിന്റെ ചവിട്ടും അടിയും ബെൽറ്റ് കൊണ്ടുള്ള അടിയും ഷൂസ് ഇട്ട തൊഴിയും
ഒക്കെ സഹിച്ച് കുത്തുവാക്കുകളും ചീത്തവിളിയും ഒക്കെ കേട്ട് പല്ലുകളെല്ലാം ഇളകിപ്പോയ ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സഹിച്ചവർ, അവരാരും വിശുദ്ധരായില്ല. അതിന്റെ കാരണം ഈ സഹനമെല്ലാം അനുഭവിക്കുമ്പോഴും പലരും പിറുപിറുക്കുന്നു. അൽഫോൻസാമ വിശുദ്ധയായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷീ ലവ്ഡ് ജീസസ്. അൽഫോൻസാമയോട് സ്വർഗം പലപ്പോഴും ചോദിച്ചു, മോളെ നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശാലോം ഫെസ്റ്റിവലിലെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് കർത്താവ് ചോദിക്കുകയാണ്, ഇത് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോടും, നീ ഏറ്റവും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അമ്മ ത്രേസ്യ ജീവിച്ചിരുന്ന കാലത്ത് സ്പെയിനിലാണ്. തന്റെ കോൺവെന്റ് അടയ്ക്കുകയാണ്. വൈകുന്നേരം 6 മണി. കോൺവെന്റിന്റെ ജനലും വാതിലുകളും എല്ലാം അടച്ചിട്ട് അമ്മ ത്രേസ്യ അന്ന് കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കറിയാം. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ആ സ്റ്റെപ്പിൽ 7 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഒരു നിക്കറും ഒരു നല്ല ടീഷർട്ടും ഇട്ട് പാന്റിന്റെ പോക്കറ്റിൽ കൈയ്യൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ ത്രേസ്യ ചോദിച്ചടാടാ, നീ ഇതെങ്ങനെ കൂടെ അകത്ത് കയറിയത്? ഞാനെല്ലാം സൂക്ഷിച്ചിട്ടാണല്ലോ വാതിലടച്ചത്. നിന്റെ പേരെന്താ? അവൻ തിരിച്ചു ചോദിച്ചു, സിസ്റ്ററിന്റെ പേരെന്താ? അമ്മ ത്രേസ്യ മറുപടി പറഞ്ഞു, ഞാൻ ഈശോയുടെ ത്രേസ്യ. ആ ബാലൻ മറുപടി പറഞ്ഞു, ഞാൻ ത്രേസ്യയുടെ ഈശോ. പിന്നെ അവനെ കണ്ടില്ല, പിന്നെ അവനെ കണ്ടില്ല, പിന്നെ അവനെ കണ്ടില്ല. അമ്മ ത്രേസ്യ കണ്ണുനീരോടെ എഴുതി വെച്ചു, എന്റെ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ ത്രേസ്യക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആര് പേര് ചോദിച്ചാലും പറയും, ഞാൻ ഈശോയുടെ ത്രേസ്യ, ഞാൻ ഈശോയുടെ ത്രേസ്യ. അത് കേട്ട് സന്തോഷിച്ച കർത്താവ് ഒരു ദിവസം അവൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. അവളോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഞാൻ ഈശോയുടെ ത്രേസ്യ, ഞാൻ ത്രേസ്യയുടെ ഈശോ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്റെ കല്യാണത്തിന്റെ അന്ന് വരെ നവംബർ 20-നാണ് എന്റെ വിവാഹം നടന്നത്. എന്റെ ഭാര്യയുടെ പേര് സൂസൻ എന്നാണ്. ഞങ്ങളുടെ കല്യാണം രാവിലെ 10 മണിക്ക്. അന്ന് രാവിലെ 9 മണിക്ക് ആരെങ്കിലും അവളോട് പേര് ചോദിച്ചാൽ അവൾ പറയും, എന്റെ പേര് സൂസൻ ജോഷുവ എന്നാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങി 11:30-12 മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഗസറ്റിലൊന്നും ആരും പേര് മാറ്റിയിട്ടില്ല. ആരെങ്കിലും അവളോട് പേര് ചോദിച്ചാൽ അവൾ പറയും, എന്റെ പേര് സൂസൻ ജോൺ. ആരും പറയാതെ തന്റെ പിതാവിന്റെ പേരെടുത്ത് മാറ്റി തന്റെ മണവാളന്റെ പേര് അവൾ ചേർത്ത് വെച്ചു. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ എല്ലാം കൂടെ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, യോഹന്നാൻ 16:23, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും തരും. മണവാട്ടിയെ, മണവാളനായ എന്റെ പേര് മണവാട്ടി ഉപയോഗിച്ചു കൊള്ളുക. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക. യോഹന്നാൻ 14:14, എന്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും തരും. മർക്കോസ് 16 പറഞ്ഞു, എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ വീട്ടിലെ ഏത് മുറിയും അലമാരിയും തുറക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ അപ്പനും അമ്മയും അവൾക്ക് കൊടുത്തു. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ മരുമകളല്ല, മൂത്ത മകനായ ഞങ്ങളുടെ മകന്റെ ജോണിന്റെ ഭാര്യ, നീ ഞങ്ങളുടെ മരുമകളല്ല, മകളാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ സ്വർഗത്തിന്റെ മുഴുവൻ ബാങ്ക് ഡിപ്പോസിറ്റിനും അവകാശികളായി തീരുകയാണ്. അപ്പനോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പനോട് എന്റെ നാമത്തിൽ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. 1994 വരെ ഈ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ പേര് ജോൺ ലൂസിഫർ എന്നായിരുന്നു. അങ്ങനെയാണ് നരകം അറിഞ്ഞിരുന്നത്, അങ്ങനെയാണ് സ്വർഗം അറിഞ്ഞിരുന്നത്. നാട്ടിൽ അങ്ങനെയല്ല അറിഞ്ഞിരുന്നത്, പക്ഷേ സ്വർഗത്തിലും നരകത്തിലും എന്റെ പേര് അങ്ങനെ അറിയപ്പെട്ടിരുന്നത്, ജോൺ ലൂസിഫർ. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്, മകളാണ്, നിങ്ങളുടെ അപ്പൻ പിശാചാണ്. അങ്ങനെ ജോൺ ലൂസിഫർ എന്നറിയപ്പെട്ടിരുന്ന ഞാൻ 1994 ഓഗസ്റ്റ് മാസത്തിലെ അവസാന താഴ്ചയിൽ ധ്യാനം കൂടുകയാണ്. ദൈവവചനം കടന്നു വന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? കർത്താവിന്റെ വചനങ്ങൾ ഓരോന്നായി കടന്നു വന്നു. ബുധനാഴ്ച ദിവസം കുമ്പസാരക്കൂട്ടിലേക്ക് ഞാൻ ഓടി. 1.5 മണിക്കൂർ എടുത്തു കുമ്പസാരം കഴിയാൻ. അന്ന് വരെയുള്ള കള്ളക്കുമ്പസാരങ്ങൾ ഏറ്റുപറഞ്ഞു, പിച്ചി, നുള്ളി, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങിപ്പോയി. ഇതൊക്കെയായിരുന്നു അന്ന് വരെയുള്ള കുമ്പസാരങ്ങൾ, വിശുദ്ധ പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് കുമ്പസാരിച്ചു. അപ്പുപ്പന്താടി പറക്കുന്നത് പോലെ ഞാൻ പറക്കുന്നൊരു അനുഭവം ദൈവം തന്നു. കുമ്പസാരക്കൂട്ടിൽ ഞാൻ വാവിട്ട് നിലവിളിച്ചു. അച്ഛൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. അച്ഛൻ എന്നെ കുറച്ചു നേരം നോക്കിയിട്ട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്. ചെറുപ്പക്കാരൻ, നല്ലൊരു സുന്ദരനായ ഒരു അച്ഛൻ. അദ്ദേഹം എന്നെ കയറി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്റെ ശിരസിൽ ഇങ്ങനെ തടകിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ പ്രത്യേകിച്ച് പ്രായച്ചിത്തം ഇനി ഒന്നും തരുന്നില്ല കേട്ടോ. സക്രാരുടെ മുമ്പിൽ പോയി 1/2 മണിക്കൂർ ചുമ്മാ ഇരുന്ന് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ കരച്ചിൽ ധാരാളം മതി. അതേ പ്രിയപ്പെട്ടവരെ, ആ കുമ്പസാരക്കൂട്ടിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ എന്നോട് എന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്റെ പേര് ജോൺ ജീസസ് എന്നാണ്.
ഇന്ന് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചാൽ ഞാൻ പറയും മൈ നെയിം, ഇന്ന് എന്റെ പേര് ജോൺ ജീസസ് എന്നാണ്. നിനക്ക് എന്റെ പേര് ഉപയോഗിക്കാൻ മോനെ, കർത്താവ് വാഗ്ദാനം തരികയാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കും. മണവാട്ടിക്ക് മണവാളന്റെ പേര് കർത്താവ് തരുന്നു. എന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്റെ ഭാര്യ പങ്കാളിയായതുപോലെ സ്വർഗത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ദൈവം നമ്മളെ പങ്കാളിയാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ ഏറ്റവും വേദനിക്കുന്നത് എപ്പോഴാണ്? ഭർത്താവ് ശമ്പളം കൊണ്ട് കൊടുക്കാത്തപ്പോഴാണോ? ഭർത്താവ് ശമ്പളം അല്ലെ ഭാര്യ, ഇതൊക്കെ ശമ്പളം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിങ്ങളെ അവഗണിക്കുന്നു എന്ന് കാണുമ്പോൾ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് കാണുമ്പോൾ, അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ പോകുന്നു എന്ന് കാണുമ്പോൾ, $1 മില്യൺ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പെടച്ചിൽ അനുഭവപ്പെടും. കൂടെ കാറിൽ വരുന്നു, എല്ലായിടത്തും വരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെത്താൻ പറയും. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ, അമ്മേ, വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ 2 വർഷത്തെ അദ്ദേഹത്തിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു. ഇന്ന് ആ സ്നേഹത്തിന്റെ 100 പോലും ഇല്ലമ്മേ. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ സ്നേഹത്തിന്റെ 100 പോലും ഇല്ലമ്മേ. എല്ലാമുണ്ട്, സ്നേഹമില്ലാത്തപ്പോൾ നിങ്ങളുടെ ഹൃദയം പെടയുന്നു. സൈമൺ സൈമൺ ബർജോന, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നീ എല്ലാവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, പാപത്തെ തോൽപ്പിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിക്കുന്നതാണ്. ഐ റിപ്പീറ്റ്, ഈശോയെ സ്നേഹിക്കാതെ പാപത്തെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. പാപത്തെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി കർത്താവുമായിട്ട് വട്ടുപിടിച്ച ഒരു സ്നേഹബന്ധത്തിലായി തീരുക. ഈശോ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈശോ തരും. ഈശോയുടെ ആത്മാവ് നമ്മിൽ നിറഞ്ഞു നിൽക്കും. ചേമ്പലയിൽ വെള്ളം ഒഴിച്ചാൽ ചിതറിപ്പോകുന്നത് പോലെ നമ്മിലേക്ക് പ്രലോഭനം കടന്നു വരുമ്പോൾ ചിതറിപ്പോകുന്ന ഒരു അനുഭവം ഈശോയുടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമുക്ക് ആ ഗുണം കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുക. ഈശോയ്ക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഈശോ എന്ത് കൽപ്പന പറഞ്ഞാലും ഈശോയ്ക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല, സ്വാർത്ഥതയില്ല. നമുക്ക് പ്രയോജനം കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾ ഏറ്റവും അധികമായിട്ട് എന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനറിയാം, നമ്മൾ കർത്താവിനെ സ്നേഹിച്ചില്ലേ പെണ്ണിനെ സ്നേഹിക്കും, പുരുഷനെ സ്നേഹിക്കും, ലൈംഗിക പാപത്തെ സ്നേഹിക്കും, പണത്തെ സ്നേഹിക്കും, പലതിനെയും നമ്മൾ സ്നേഹിക്കും. പാപത്തെ സ്നേഹിക്കും, പോണോഗ്രാഫിയെ സ്നേഹിക്കും, നമ്മൾ പലതിൻ്റെയും പുറകെ പോകും. അങ്ങനെ ഒരു അഡിക്ഷൻ നമുക്ക് വരാതിരിക്കാൻ ഈശോ പറയാണ്, നിങ്ങൾ എന്റെ അഡിക്റ്റായി മാറുക. ഫ്രാൻസിസ് കർത്താവിന്റെ അഡിക്റ്റായി മാറി. പ്രിയപ്പെട്ടവരെ, അൽഫോൻസാമ അഡിക്റ്റായി മാറി. കർത്താവിന് വേണ്ടത് നമ്മുടെ പ്രവർത്തനമല്ല, നമ്മളെയാണ്. പ്രവർത്തനം രണ്ടാമതാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈശോയുടെ ജോലി ചെയ്യുന്നവർ ഡിഫറൻ്റ് ആണ് പലരും. എന്താണ് ആ വ്യത്യാസത്തിന്റെ കാരണം? ഈശോട് സ്നേഹമുള്ളവരുടെ ശുശ്രൂഷ വ്യത്യാസമാണ്, ഈശോട് സ്നേഹമില്ലാത്തവരുടെ ശുശ്രൂഷ അതും വ്യത്യാസമാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ മദർ തെരേസയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടു. എൻ്റെ ഒരു കാസറ്റ് കിട്ടി. വളരെ അത്ഭുതം തോന്നി. മാതാവിനെ പറ്റി പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയ തിയോളജിക്കൽ പ്രസംഗങ്ങൾ മാതാവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ബുദ്ധിയുടെ തലത്തിലേക്കാണ് വന്നത്. നമുക്കറിയാം, വലിയ പാണ്ഡിത്യത്തോടു കൂടെ സംസാരിക്കുകയാണ് ഇവര്. പക്ഷെ മദർ പറഞ്ഞതൊക്കെ കൊച്ചു 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 കാര്യങ്ങളാണ്. ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകും. ആ പ്രസംഗത്തിന്റെ പല ഭാഗത്തും നമ്മുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വരുന്നു. കരയരുത് എന്ന് വാശി പിടിച്ചിട്ടും അറിയാതെ കൺകോളുകളിൽ ഒരു നിറവ് വരുന്നു. മദർ വാതുറക്കുമ്പോൾ മദറിന് ഈശോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ബഹിഷ്കരണം അത് പുറത്തേക്ക് വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? നമ്മൾ ഈ ശാലോം ഫെസ്റ്റിവലിൽ അമേരിക്കയിൽ, ന്യൂയോർക്കിൽ നമ്മൾ ഇന്ന് ഉത്തരം കൊടുക്കുന്നു. ലോകം മുഴുവൻ ഇത് കേൾക്കുന്നവർ കേൾക്കുമ്പോൾ ഉത്തരം പറയുന്നു, കർത്താവേ, എല്ലാറ്റിനേക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.